ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്ന് സന്ധ്യയിൽ നമുക്ക് ഇപ്രകാരം ദൈവസന്നിധിയിൽ ഒരുമിച്ച് അടുത്തു വരുവാനും ദൈവവചനത്തിന് മുമ്പാകെ ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാനും ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബൈബിൾ സർവേയിൽ നാം കഴിഞ്ഞ ആഴ്ച റോമാ ലേഖനത്തിൽ നിന്നാണ് നാം ചിന്തിച്ചത്. ഇന്ന് അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലേഖനമാണ് റോമാ ലേഖനം എന്ന് പറയുന്നത്. എഴുതിയ ക്രമം അനുസരിച്ച് 6ാമതായിട്ടാണ് പൗലോസ് ഈ റോമാ ലേഖനം എഴുതിയെങ്കിലും ലേഖനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ചേർത്തിരിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനമാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ലേഖനത്തിലെ വിഷയമാണ്, അത്ര പ്രധാനപ്പെട്ട വിഷയമാണ് റോമാലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലേഖനം മറ്റ് ലേഖനങ്ങളെക്കാളും ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലോകത്തിലെ അനേക തത്വചിന്തകന്മാരും അനേക ചിന്തകന്മാരും ഒക്കെ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ എഴുത്തുകൾ ഉണ്ട്. പക്ഷേ അവരുടെ എഴുത്തുകളെക്കാളൊക്കെ മാനവ ചരിത്രത്തെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ റോമാലേഖനം ആണ് ക്രിസ്തീയ നവീകരണത്തിന് വഴിവെച്ചത്. നവീകരണത്തിന് പിതാവായിട്ടുള്ള മാർട്ടിൻ ലൂതറിനെ ഈ ലേഖനമാണ് പ്രത്യേകിച്ച് സ്വാധീനിച്ചത്. വിശ്വാസത്താലുള്ള നീതീകരണം, ആ വിഷയത്തിലാണല്ലോ നവീകരണം ഉണ്ടായത്. അപ്പോൾ ആ നിലയില് റോമാലേഖനം വളരെ പ്രധാനപ്പെട്ട, അങ്ങനെ മാർട്ടിൻ ലൂതറിനെ മാത്രമല്ല അനേകരെ സ്വാധീനിച്ചിട്ടുള്ള ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. അതുപോലെ പുതിയ നിയമത്തിലെ മറ്റെല്ലാ പുസ്തകങ്ങളും നഷ്ടപ്പെട്ടാലും റോമാലേഖനം മതിയാവും. ക്രിസ്ത്യ സഭയ്ക്ക് നിലനിൽക്കുവാനായിട്ട് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ റോമാലേഖനം കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയായിരുന്നു. റോമ നഗരത്തെ കുറിച്ച് ചിന്തിച്ചു. റോമ നഗരം റോമൻ സാമ്രാജ്യത്തിന്റെ രാജധാനി അല്ലെങ്കിൽ തലസ്ഥാനമായിരുന്നു റോമ നഗരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സമയത്തെ ഏറ്റവും വലിയ നഗരമായിരുന്നു റോമ നഗരം. ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങളും അതുപോലെ അവരുടെ ഓഫീസുകളും അതുപോലുള്ള കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന വളരെ അന്നത്തെ കാലത്തെ വലിയ നഗരമായിരുന്നു റോമ നഗരം. അപ്പോൾ ഈ റോമ നഗരത്തിലുള്ള വിശ്വാസികൾക്കാണ് പൗലോസ് റോമാലേഖനം എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ എഴുത്തുകാരൻ പൗലോസ് ആണെന്ന് നാം ചിന്തിച്ചു. ഈ ലേഖനത്തിൽ തന്നെ പല പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കും പൗലോസ് ആണ് എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. പിന്നീട് റോമയിലെ സഭ, റോമയിലുള്ള സഭ അല്ലെങ്കിൽ ഇത് ആർക്കാണ് എഴുതിയത്, ആ സഭയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ചിന്തിക്കുകയുണ്ടായി ഇത് പൗലോസ് സ്ഥാപിച്ച സഭയല്ല. പൗലോസിന്റെ പല ലേഖനങ്ങളും പൗലോസ് തന്നെ സ്ഥാപിച്ച സഭകൾക്ക് എഴുതിയ ലേഖനമാണ്. ഫിലിപ്പ് ലേഖനം, അതുപോലെ തെസ്സലോനിക്ക ലേഖനം, അങ്ങനെ കൊരിന്ത്യ ലേഖനം, ഇതൊക്കെ പൗലോസ് സ്ഥാപിച്ച സഭകളാണ്. എന്നാൽ പൗലോസ് സ്ഥാപിച്ച സഭയല്ല റോമിലെ സഭ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ലേഖനം എഴുതുന്നത് വരെ പൗലോസ് റോം സന്ദർശിച്ചിട്ടില്ല, റോമിൽ ഒരിക്കലും പോയിട്ടില്ല. എന്നാൽ റോമില് പോകുവാനായിട്ടും ഈ വിശ്വാസികളുമായിട്ട് സമയം ചെലവഴിക്കുവാനും പൗലോസ് വളരെ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും പൗലോസ് അതിനെ പ്ലാൻ ഇടുന്നുണ്ട്. ഇതിലൊക്കെ പൗലോസിന്റെ അവിടോട്ട് വരാനുള്ള, വിശ്വാസം ഒരുമിച്ച് സമയം ചെലവഴിക്കുവാനുള്ള പൗലോസിന്റെ ആ വലിയ ആഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പൗലോസ് ആ നിലയിൽ തന്റെ ആ യാത്രയുടെ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അതൊക്കെ ഈ റോമാലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ പൗലോസ് ആഗ്രഹിച്ചതുപോലെയല്ല പൗലോസ് റോമിൽ ആദ്യം ചെല്ലുവാനായിട്ട് ഇടയായിട്ട് തീർന്ന ആ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. പൗലോസ് റോമില് പോകണം, അവിടെയുള്ള വിശ്വാസികളോട് ഒരുമിച്ച് സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ പൗലോസ് ബന്ധിയായിട്ടാണ് റോമിലേക്ക് പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. റോമൻ കാരാഗ്രഹത്തിൽ വാസത്തിന് വേണ്ടിയാണ് പൗലോസ് റോമിലേക്ക് ആദ്യമായിട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസ് സ്ഥാപിച്ച ഒരു സഭയല്ല റോമിലെ സഭ എന്ന് പറയും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി റോമിലെ സഭ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചിന്തിക്കുകയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ പെന്തക്കോസ്ത് നാളില് റോമിൽ നിന്നുള്ള യഹൂദന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവര് രക്ഷിക്കപ്പെട്ടു, മടങ്ങി റോമിലേക്ക് ചെല്ലുകയും അവിടെ ആ നിലയിലുള്ള ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു കൂടുതല് തുടങ്ങുകയും ചെയ്തു. നമുക്ക് ന്യായമായിട്ട് വിശ്വസിക്കാം. അത് മാത്രമല്ല, രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ റോമ അന്നത്തെ ഏറ്റവും വലിയ ഒരു നഗരമായിരുന്നു.
അവിടെ ബിസിനസ് പരമായിട്ടും ജോലിപരമായിട്ടും ധനസമ്പാദനത്തിനായിട്ടും ഒക്കെ അനേക പല സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു റോമ നഗരം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുടിയേറി പാർത്തവന്റെ പലരും അനേകം വിശ്വാസികളായിട്ടുള്ളവരുണ്ടായിരുന്നു. അവരിൽ അനേകം പൗലോസിന്റെ പ്രവർത്തനത്താൽ മുമ്പോട്ട് വന്നവരെ വിശ്വാസത്തിലേക്ക് വന്നവരാണ്. പൗലോസിന്റെ പ്രവർത്തനത്താൽ അന്ത്യോക്യ, കൊരിന്ത്, എഫസോസ് എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടവര്, വിശ്വാസികളായിട്ട് തീർന്നവര് റോമിലേക്ക് കുടിയേറി പാർക്കുകയുണ്ടായി. അങ്ങനെ അവര് ചെല്ലുകയും അതുപോലെ പെന്തക്കോസ്തോസിൽ രക്ഷിക്കപ്പെട്ട യഹൂദന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിൽ അവിടെ സഭ തുടങ്ങുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ റോമില് പൗലോസ് പോയിട്ടില്ല, അവിടെ പ്രവർത്തിച്ചിട്ടില്ല. പൗലോസ് സ്ഥാപിച്ച സഭയല്ല റോമിലെ സഭ എന്ന് പറഞ്ഞാലും റോമിലുള്ള വിശ്വാസികൾ അനേകരും പൗലോസിന് പരിചിതരായതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ കാരണം എന്ന് പറയുന്നത് 16-ാം അധ്യായത്തില്, റോമാലേഖനം 16-ാം അധ്യായത്തില് അനേകം പൗലോസ് അവിടെ അഭിവന്ദിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അഭിവാദനം അറിയിക്കുന്ന, ഗ്രീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ പൗലോസിന്റെ വളരെ അടുത്ത പ്രിയരാണ്. പൗലോസിന്റെ ശിഷ്യരും പൗലോസിന്റെ സ്നേഹിതരും അതിലുണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ 16-ാം അധ്യായത്തില് പൗലോസ് കുറഞ്ഞത് 27 പേരെ പൗലോസ് ഗ്രീറ്റ് ചെയ്യുന്നതായിട്ട്, അവരെ അഭിവാദ്യം അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസ് ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തെ സഭയിലെ ഇത്രയും പേരെ പൗലോസിന് അറിയാമെങ്കിൽ, പൗലോസിന് പരിചയമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവരൊക്കെ പൗലോസിന് വളരെ പ്രിയപ്പെട്ടവരാണ്. പൗലോസിന്റെ പ്രവർത്തനത്താൽ വിശ്വാസി വന്നവരുണ്ട്, പൗലോസിനോട് വളരെ ചേർന്ന് പ്രവർത്തിച്ചവരുണ്ട്. ഉദാഹരണമായിട്ട് അക്വിലായും പ്രിസ്കില്ലായും ആ സമയത്ത് റോമിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ അവിടെ അഭിവാദ്യം അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ നിലയിൽ വളരെ പൗലോസ് പോയിട്ടില്ല, പൗലോസ് അവിടെ പ്രവർത്തിച്ചിട്ടില്ല, പൗലോസ് സ്ഥാപിച്ചിട്ടില്ല എങ്കിലും പൗലോസിന് വളരെ പ്രിയപ്പെട്ട ഒരു സഭയായിരുന്നു റോമിലെ സഭ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് നാം അതിന്റെ സന്ദർഭം, റോമാലേഖനത്തിന്റെ സന്ദർഭം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുകയുണ്ടായി. റോമിലെ സഭ പൗലോസിന് വളരെ പ്രിയപ്പെട്ട സഭയായിരുന്നു. അതുകൊണ്ട് ഈ റോമിലെ സഭ അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസികളെ സന്ദർശിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല, അതിനായിട്ട് തന്റെ പ്ലാന്, സന്ദർശിക്കാനുള്ള ആഗ്രഹമൊക്കെ അവരെ അറിയിക്കണം എന്ന് പൗലോസ് ആഗ്രഹിച്ചു. അത് മാത്രമല്ല, പൗലോസിന്റെ തുടർന്നുള്ള യാത്രകളും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും പ്രത്യേകം ഈ റോമിലേക്ക് പോകാനുള്ള പൗലോസിന്റെ ആഗ്രഹത്തിനും ഇവിടുത്തെ ഈ റോമിലെ വിശ്വാസികളുടെ പ്രാർത്ഥന പൗലോസിന് ആവശ്യമാണ്. അങ്ങനെ അത് മാത്രമല്ല, ഈ സഭ അതുപോലെ ഈ സഭ വിശ്വാസികളുടെ പ്രവർത്തനത്താല് മുമ്പോട്ട് വന്ന സഭയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളും, വിശ്വാസത്താനുള്ള നീതീകരണം, രക്ഷയെ സംബന്ധിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ അവരെ അതില് ഉറപ്പിക്കേണ്ടുന്നത്, അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ റോമിലെ വിശ്വാസികളോട് അറിയിക്കണം എന്ന് പൗലോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ തന്റെ ആഗ്രഹം വന്ന സമയത്ത് തന്നെ കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയായിട്ടുള്ള ഫേബ റോമ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ റോമിലേക്ക് പോകാനുള്ള ആഗ്രഹം അറിയിച്ചു. ബിസിനസ് ആവശ്യത്തിനോ മറ്റു ജോലിയുടെ ആവശ്യത്തിനോ ആ സഹോദരി റോമിലേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അത് പൗലോസിന് അറിവ് കിട്ടി. ഈ കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയായ ഫേബ റോമിലേക്ക് പോകുന്നു എന്ന അറിവ് കിട്ടി. അതുകൊണ്ട് ആ പോകുന്നതിന് മുമ്പ് പൗലോസ് റോമാക്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികൾക്ക് ഈ ലേഖനം എഴുതി ഫേബയുടെ കൈവശം കൊടുത്ത് റോമിലേക്ക് അയച്ചു. അങ്ങനെ എഴുതിയ ലേഖനമാണ് റോമാ ലേഖനം എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ വിശദമായിട്ട് തനിക്ക് ഇത് എഴുതുവാൻ അല്പം സമയം ലഭിച്ചു. അതുകൊണ്ട് വളരെ വിശദമായിട്ട് എഴുതിയ ഒരു ലേഖനമാണ് റോമാ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും ഇത് എഴുതിയ സമയം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുകയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മൂന്നാം മിഷണറി യാത്രയില് അല്ലെങ്കിൽ മൂന്നാം മിഷണറി യാത്രയുടെ അന്ത്യത്തില് പൗലോസ് കൊരിന്തില് 3 മാസം താമസിക്കുകയുണ്ടായി. അപ്പോൾ ആ താമസിച്ച 3 മാസം താമസകാലത്താണ് പൗലോസ് ഈ ലേഖനം എഴുതിയത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ കാരണങ്ങൾ, ഇങ്ങനെ വിശ്വസിക്കാനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. അതിലേക്കൊന്നും പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല, പൗലോസ് സമയമെടുത്ത് എഴുതിയ ഒരു ലേഖനമാണ്. ഏകദേശം 3 മാസത്തെ സമയം പൗലോസിന് ലഭിച്ചു ഈ ലേഖനം എഴുതാനായിട്ട്. അതുകൊണ്ട് ധൃതിയിൽ എഴുതിയ ലേഖനമല്ല. അതുകൊണ്ടാണ് വളരെ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര പ്രാധാന്യം അർഹിക്കുന്ന ആ ലേഖനം പൗലോസിന് എഴുതുവാനായിട്ട് സാധിച്ചത്.
അത് മാത്രമല്ല പൗലോസ് പറഞ്ഞു കൊടുക്കുകയും തേർത്തോസ് എന്ന് പറയുന്ന ഒരു വിശ്വാസി അത് എഴുതുകയും ചെയ്തതായിട്ട് 16-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നാം ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ ലേഖനം എഴുതിയതിന്റെ ഉദ്ദേശമാണ്. ഇതിലെ അധ്യായങ്ങൾ നാം നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കാര്യം നമുക്ക് മനസ്സിലാക്കാം. റോമയിലെ വിശ്വാസികളെ, ഈ പുതിയ വിശ്വാസികൾ അല്ലെങ്കിൽ ഇവിടുത്തെ സഭയെ, ഈ വിശ്വാസികളെ അവരെ രക്ഷയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശ സത്യങ്ങൾ അവരെ പഠിപ്പിക്കണം. അത് മാത്രമല്ല അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണം. അത് പൗലോസിന് വളരെ ആഗ്രഹമുള്ള കാര്യമാണ്. കാരണം ഇത് വിശ്വാസികൾ സ്ഥാപിച്ച അല്ലെങ്കിൽ പൗലോസിന്റെ പ്രവർത്തനത്താൽ ഉണ്ടായവരെ, പൗലോസിന്റെ സ്നേഹിതര്, അങ്ങനെയുള്ളവർ സ്ഥാപിച്ച അല്ലെങ്കിൽ തുടങ്ങിയ സഭയാണ് റോമിലെ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, രക്ഷയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശ സത്യങ്ങൾ അവരെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പൗലോസ് ഈ ലേഖനം എഴുതി 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ നാം വായിച്ചാൽ നമുക്ക് ആ കാര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലാണ് പൗലോസ് അവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ അവിശ്വാസം അത് വിശുദ്ധീകരിക്കേണ്ടുന്നത് ആവശ്യമാണ്. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് ആ വിഷയം കാണാനായിട്ട് സാധിക്കും. പിന്നീട് ക്രിസ്തീയ ജീവിതത്തിലെ പല പ്രായോഗിക സത്യങ്ങൾ അവരെ മനസ്സിലാക്കണം. ദൈനംദിന ജീവിതത്തിൽ എപ്രകാരമായിരിക്കണം, അങ്ങനെയുള്ള സത്യങ്ങൾ അവരെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 12-ാം അധ്യായം നമുക്ക് ആ നിലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അധികാരങ്ങൾക്ക് കീഴ്പ്പെടണം. റോമ നഗരം അല്ലെങ്കിൽ ഈ വിശ്വാസികളായിരിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. അപ്പോൾ അധികാരങ്ങളിൽ നിന്ന് പലവിധമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഈ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്നവരാണ്. എന്നാൽ വിശ്വാസികളായതുകൊണ്ട് അധികാരങ്ങൾക്ക് ഒരിക്കലും മറുതലിക്കുവാനായിട്ട് പാടില്ല. അധികാരങ്ങൾക്ക് കീഴ്പ്പെടണം. അതുപോലെ അന്യോന്യം സ്നേഹിക്കേണ്ടത് ആവശ്യം. ഇതൊക്കെ അവരെ അറിയിക്കണം. അത് 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് പല വിഷയങ്ങളും പൗലോസ് ഇതിൽ പറയുന്നുണ്ട്. ബലഹീനരെ താങ്ങണം എന്നവരെ ഉപദേശിക്കണം 14-15 അധ്യായങ്ങളില്. പിന്നീട് തന്റെ വരവിന്റെ ഉദ്ദേശം അതുപോലെ തന്റെ പ്ലാന് അവരെ അറിയിക്കണം. 15-ാം അധ്യായത്തിൽ നമുക്ക് തുടർന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നീട് കെങ്കരസഭയിലെ ശുശ്രൂഷക്കാരിയായിട്ടുള്ള ഫേബ റോമ സന്ദർശിക്കുമ്പോൾ അവിടെ റോമിലെ വിശ്വാസികളോട് ഒരുമിച്ച് സമയം ചെലവഴിക്കും. അപ്പോൾ ഈ ഫേബയെ അവർക്ക് ആ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ സഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ടുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് പൗലോസ് ഈ ലേഖനം എഴുതേണ്ടുന്ന ആവശ്യകതയുണ്ട്. 16-ാം അധ്യായത്തിൽ ആദ്യത്തെ 4 വാക്യങ്ങൾ നമുക്ക് ആ നിലയിൽ ഫേബയെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് തന്റെ റോമിലുള്ള തന്റെ സ്നേഹിതർക്ക്, തന്റെ പ്രിയപ്പെട്ടവർക്ക്, തന്റെ ആത്മീയ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വന്ദനം അറിയിക്കേണ്ടുന്നത് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ആണ് ഉദ്ദേശം ഈ ലേഖനം എഴുതുന്നതിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി പിന്നെ ഓരോ അധ്യായത്തിലുമുള്ള വിഷയങ്ങളിലേക്ക് നാം വരികയാണെങ്കിൽ നമുക്ക് പലപ്പോഴും വളരെ പരിചിതമായിട്ടുള്ള ലേഖനമാണ് റോമാലേഖനം പറയുന്നത്. ഇതില് നാം പലപ്പോഴും പല സന്ദർഭങ്ങളിലും നാം വായിക്കുകയും ചിന്തിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷം പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റോമാലേഖനം ഉദ്ധരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത്ര പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് റോമാലേഖനം. ആരാധനാ സമയങ്ങളിൽ പോലും അനേക പ്രാവശ്യം വായിക്കുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. അനേക പ്രസംഗങ്ങൾ നമ്മൾ റോമാലേഖനത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. നാം അനേക കാര്യങ്ങൾ നാം ചിന്തിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ഓരോ അധ്യായങ്ങളിലേക്ക് നാം വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം അധ്യായത്തില് അന്യജാതിക്കാർ അല്ലെങ്കിൽ വിജാതികളുടെ പാപം, അതുപോലെ അവർക്കുള്ള ശിക്ഷ നമുക്ക് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തില് അവരുടെ പാപം എന്താണ്? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, എഴുജാതി എന്നിവരുടെ രൂപസാക്ഷ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം എന്താണ് ചെയ്തത്? ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ട അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ആ കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 1-ാം അധ്യായത്തില് വിജാതിയരുടെ പാപവും അതുപോലെ അതിനുള്ള ശിക്ഷയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദന്റെ കാപട്യവും അവർക്കുള്ള ന്യായവിധിയും നമുക്ക് 2-ാം അധ്യായത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹൂദന്മാർ വിചാരിച്ചത്, അവര് ചിന്തിക്കുന്നത് അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ടവര്, ബാക്കിയുള്ളവരൊക്കെ ദൈവം തിരസ്കരിച്ചവരാണ്,
അവരാണ് ന്യായപ്രമാണം ആചരിക്കുന്നവര്, ന്യായപ്രമാണം ഉള്ളത് അവർക്കാണ് എന്ന് അവര് വളരെ പ്രശംസിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ കാപട്യം നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ഉള്ള ന്യായവിധി നമുക്ക് രണ്ടാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. രണ്ടാം അധ്യായം തുടങ്ങുന്നത്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളത് നിനക്ക് പ്രതിവാദം പറയാനില്ല, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. പിന്നീട് 13-ാം വാക്യത്തിൽ ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസ്ഥനിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ അവരുടെ ആ കാപട്യത്തെ തുറന്നു കാണിക്കുന്ന നമുക്ക് രണ്ടാം അധ്യായത്തില് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പാപത്തിന്റെ സാർവത്രിക, യഹൂദനെന്നോ യവനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ പാപികളാണ്. അപ്പോൾ പാപത്തിന്റെ സാർവത്രികതയും അതുപോലെ വിശ്വാസത്താലുള്ള നീതീകരണവും 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 3-ാം അധ്യായത്തിൽ നമുക്ക് അറിയാവുന്ന വാക്യമാണല്ലോ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ യഹൂദനെന്നോ യവനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ പാപികളാണ്. അപ്പോൾ പിന്നീട് അതിന്റെ 23-ാം വാക്യം, എല്ലാവരും പാപം ചെയ്ത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ പാപത്തിന്റെ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്, അതിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരു വ്യത്യാസവുമില്ല, യഹൂദനെന്നോ ജാതിയെന്നോ യവനെന്നോ യാതൊരു വ്യത്യാസവുമില്ല, എല്ലാവരും ഒരുപോലെ പാപികളാണ്. അപ്പോൾ പാപത്തിന്റെ സാർവത്രികത, അതുപോലെ വിശ്വാസത്താലുള്ള നീതികളാണ്, എല്ലാവരും ഒരുപോലെ പാപികളായതുകൊണ്ട് പിന്നീട് അതിന്റെ 24-ാം വാക്യത്തിൽ അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ വിശ്വാസത്താലാണ് നീതീകരണം ലഭിക്കുന്നത്. അത് യഹൂദനായാലും മറ്റ് ജാതികൾക്കായാലും ആർക്കാണെങ്കിലും വിശ്വാസത്താലാണ് നീതീകരണം ലഭിക്കുന്നത് എന്ന് നമുക്ക് 3-ാം അധ്യായത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് 4-ാം അധ്യായത്തിൽ പിന്നീട് അങ്ങോട്ട് വിശ്വാസത്താലുള്ള നീതീകരണമാണ് പിന്നീടുള്ള വിഷയം. പിന്നെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം അത് പറയുമ്പോൾ അബ്രഹാമിന്റെ ഉദാഹരണത്തിലൂടെ പൗലോസ് അത് തെളിയിക്കാൻ ശ്രമിക്കാം. യഹൂദന്മാരുടെ അല്ലെങ്കിൽ അവരുടെ അവരുടെ പിതാവാണ് അബ്രഹാം. ഈ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണത്താലല്ല, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. അത് തെളിയിക്കുവാനായിട്ട് പൗലോസ് ശ്രമിക്കുകയാണ് 4-ാം അധ്യായത്തിൽ. അപ്പോൾ അബ്രഹാമിന്റെ അതിന്റെ 4-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ നമ്മുടെ പൂർവ്വജമായ അബ്രഹാം ജലപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തികൾ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവൻ പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അപ്പോൾ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. പിന്നെ അബ്രഹാമിന്റെ വിശ്വാസമൊക്കെ നമുക്ക് 18-ാം വാക്യം മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ പിതാവായ അബ്രഹാമും നീതീകരിക്കപ്പെട്ടത് വിശ്വാസം. അപ്പോൾ അബ്രഹാമിന്റെ ഉദാഹരണത്തിലൂടെ പൗലോസ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് നീതീകരണം അത് വിശ്വാസത്താൽ മാത്രമാണ്, ന്യായപ്രമാണത്താൽ ഒരു ജനവും നീതീകരിക്കപ്പെടുന്നില്ല. 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ന്യായപ്രമാണത്തിൽ പാപത്തിന്റെ പരിജ്ഞാനമാണ് വരുന്നത് എന്ന് നമുക്ക് 3-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. പിന്നീട് 5-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറഞ്ഞാൽ 5-ാം അധ്യായം തുടങ്ങുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസമുള്ള നീതീകരണം മൂലം ദൈവത്തോട് സമാധാനം. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തിലൂടെയാണ് ദൈവത്തോട് നമുക്ക് സമാധാനം ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അത് 5-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 6-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള അധ്യായമാണ്. അവിടെ വിശ്വാസി പാപസംബന്ധമായിട്ട് മരിച്ചവനാണ്, അതുപോലെ ക്രിസ്തുവിൽ ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. അപ്പോൾ ഒരു വിശ്വാസി ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ആ നിലയിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കേണ്ടുന്നത് ആവശ്യമാണ്. അത് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്നാനത്തിന് സമയത്ത് ഇതാണ് നാം സാക്ഷീകരിച്ചത്. നാം സ്നാനപ്പെട്ടപ്പോൾ ലോകത്തിന് മുമ്പാകെ നാം സാക്ഷിച്ചത് ഇതാണ്: ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഞാൻ പുതിയൊരു വ്യക്തിയാണ്. അതാണ് സ്നാന സമയത്ത് നാം സാക്ഷിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. അത് 6-ാം അധ്യായത്തിൽ നമുക്ക്
കാണാനായിട്ട് സാധിക്കും. ഇനി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണവും പാപവും തമ്മിലുള്ള ആ പോരാട്ടം നമുക്ക് 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമാണ് വരുന്നത്. ന്യായപ്രമാണത്താല് ഒരു ജഡവും ദൈവസന്നയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ന്യായപ്രമാണം അനുസരിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ ജഡത്തില് പാപം വസിക്കുന്നു. അതുകൊണ്ട് അത് ന്യായപ്രമാണം നമുക്ക് മുഴുവനായിട്ട് അനുസരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുന്നില്ല. ആ ഒരു കാര്യം നമുക്ക് 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്ന ഏഴാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാൾ വരുത്. എങ്കിലും ന്യായപ്രമാണത്താലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുതെന്ന ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ല. പിന്നീട് അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലും ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകെ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നു. അപ്പോൾ എനിക്ക് ന്യായപ്രമാണം അനുസരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതിനായിട്ട് ഞാൻ പ്രയത്നിക്കുന്നു. പക്ഷേ എനിക്കത് അനുസരിക്കാനായിട്ട് സാധിക്കുന്നില്ല. എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്റെ ജഡത്തിൽ വസിക്കുന്ന ആ പാപമാണ്. അപ്പോൾ ഈ പാപ ശരീരത്തിൽ നാം ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ന്യായപ്രമാണം നമുക്ക് അനുസരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് പാപത്തെ നമുക്ക് അറിയാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. എന്നാൽ ന്യായപ്രമാണം മുഖാന്തരം ഒരു ജഡവും ദൈവസേനയിൽ നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് കൃപയാണ് നമുക്ക് ആവശ്യം എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ന്യായപ്രമാണവും പാപവും തമ്മിലുള്ള ഒരു പോരാട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ യഹൂദന്മാര് ന്യായപ്രമാണം അനുസരിച്ച് അവർ നീതീകരിക്കപ്പെടാനായിട്ട് ആഗ്രഹിച്ചവരാണ്. എന്നാൽ അവർക്കൊരിക്കലും അത് സാധിച്ചില്ല. കാരണം ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ പാപത്താൽ പരിജ്ഞാനം മാത്രമാണ് അവർക്ക് അത് മുഖാന്തരം ലഭിച്ചത്. പിന്നീട് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ അവിടെ പൗലോസ് 7-ാം അധ്യായത്തിൽ പറയുന്നത്, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നുവെങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളെ കാണുന്നു. അത് എന്റെ അവയവങ്ങളുള്ള പാപ പ്രമാണത്തിൽ എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് ന്യായപ്രമാണം അനുസരിക്കണം, നന്മ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എന്റെ ഉള്ളിലുള്ള ആ പാപം അത് മുഖാന്തരം എനിക്ക് ന്യായപ്രമാണം അനുസരിച്ച് ദൈവത്തെ അനുസരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എന്നാൽ അതിനുശേഷമാണ് പൗലോസ് പറയുന്നത് 25-ാം വാക്യത്തിൽ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മാത്രം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അപ്പോൾ ഈ നിലയിലുള്ള ആ ഒരു പ്രമാണം പാപവും തമ്മിലുള്ള പോരാട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കൃപയുടെ ഒരു പ്രമാണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ കൃപയുള്ള അല്ലെങ്കിൽ ആത്മാവിലുള്ള ജീവിതവും ശിക്ഷാവധിയിൽ നിന്നുള്ള വിടുതലും നമുക്ക് 8-ാം അധ്യായത്തിൽ കാണാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അപ്പോൾ പിന്നെ 2-ാം വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഈ പാപത്തിന്റെ മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ കൃപയുടെ പ്രമാണം എന്ന് പറയുന്നത്, അപ്പോൾ ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്, അത് ന്യായപ്രമാണം എന്ന് പറയുന്ന ഭർത്താവ് അത് വളരെ കാർക്കശ്യക്കാരനാണ്. അപ്പോൾ ആ പ്രമാണം അത് അതുപോലെ തന്നെ അനുസരിക്കണം. അപ്പോൾ വളരെ കാർക്കശ്യമായിട്ടുള്ള നിയമങ്ങളാണ്, കൃത്യമായിട്ടുള്ള പ്രമാണങ്ങൾ അനുസരിക്കണം. എന്നാല് നമുക്കത് ഒരിക്കലും അത് ചെയ്യുവാനായിട്ട് ആ ഒരു കാര്യം നമുക്ക് ആ പ്രമാണങ്ങൾ പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് പുതിയൊരു ഭർത്താവ് അല്ലെങ്കിൽ പുതിയൊരു പ്രമാണം വരുന്നത്, കൃപയുടെ പ്രമാണം. ആ കൃപയുടെ പ്രമാണം എന്ന് പറയുന്നത് അത് ആ നിയമങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തുന്നതല്ല. കൂടുതൽ കാർക്കശ്യക്കാരനാണ്, കൂടുതൽ സ്ട്രിക്റ്റ് ആണ്.
നമുക്കറിയാം ന്യായപ്രമാണത്തില് വ്യഭിചാരം ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ കൃപയുടെ പ്രമാണം എന്ന് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ട നമ്മളെ നോക്കുന്നതിനുള്ളതായിട്ട് വ്യഭിചാരം ചെയ്തു. അപ്പോൾ കൊല ചെയ്യരുതെന്ന് ന്യായപ്രമാണം പറയുന്നെങ്കിൽ ഈ പുതിയ പ്രമാണം പറയുന്നത് സഹോദരനെ പഴിക്കുന്നവൻ കൊലപാതകനാണ്. അപ്പോൾ ന്യായപ്രമാണത്തെക്കാട്ടിലും കാർക്കശ്യമുള്ള ഒരു ഭർത്താവാണ് ഈ കൃപയുടെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ ഈ വ്യത്യാസം എന്ന് പറയുന്നത് ഈ കൃപയുടെ പ്രമാണം നമ്മെ സഹായിക്കുന്നു, നമ്മെ ഇത് കംപ്ലീറ്റ് ആക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇത് പാലിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു. ആ കൃപയുടെ പ്രമാണം നമുക്ക് ആ നിലയിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്രിസ്തുയേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ശിക്ഷാവധിയിൽ നിന്ന് നാം വിടുതലുള്ളവരായിട്ട് തീർന്നു. അപ്പോൾ ശിക്ഷാവധിയിൽ നിന്നുള്ള വിടുതലും ആത്മാവിലുള്ള ജീവിതവും നമുക്ക് 8-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. പിന്നീട് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിന്റെ തിരസ്കരണവും അതുപോലെ ദൈവത്തിന്റെ പരമാധികാരവും നമുക്ക് 9-ാം അധ്യായത്തിൽ കാണാം. പിന്നീട് 10-ാം അധ്യായത്തില് ഇസ്രായേലിന്റെ ഇടർച്ചയും അതുപോലെ വിശ്വാസത്തിന്റെ നീതിയും നാം 10-ാം അധ്യായത്തില് കാണും. പിന്നെ 11-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദൈവത്തിന്റെ വലിയ കരുണ ഇസ്രായേലിനോടും വിജാതീയരോടും ഉള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആ വലിയ കരുണ നമുക്ക് 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 12-ാം അധ്യായത്തില് ജീവനുള്ള ആരാധനയും അതുപോലെ ആത്മീയ വരങ്ങളും നമുക്ക് കാണാം. നിങ്ങളുടെ സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പോൾ ജീവനുള്ള ആരാധന നാം കഴിക്കണം. അതുപോലെ ആത്മീയ വരങ്ങളെ കുറിച്ച് ഓരോരുത്തര് കൃപ ലഭിച്ചതിനനുസരിച്ച് അവനവന് വിശ്വാസത്തിന് അളവ് പങ്കിട്ട പോലെ സുബോധമാകും വണ്ണം അത് ഭാവിക്കണം. അപ്പോൾ നമുക്ക് വിവിധമായിട്ടുള്ള വരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ക്രിസ്തീയ സഭയുടെ ആ ഉന്നമനത്തിനായിട്ട് നാം അത് ഉപയോഗിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ വരങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ 12-ാം അധ്യായത്തിലെ വിഷയങ്ങൾ അതൊക്കെയാണ്. പിന്നീട് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അധികാരങ്ങൾക്ക് കീഴ്പ്പെടുവാനും അതുപോലെ അന്യോന്യം സ്നേഹിക്കുവാനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്താലാണ് സകല അധികാരങ്ങളുള്ളത്. 13-ാം അധ്യായം തുടങ്ങുന്നത് ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അധികാരങ്ങൾക്ക് നാം കീഴടങ്ങണം. അപ്പോൾ നമ്മുടെ മേലെ ദൈവമാക്കിയിരിക്കുന്ന ഭരണാധികാരികൾക്ക് നാം കീഴടങ്ങുക. എല്ലാ അധികാരങ്ങൾക്കും നാം കീഴടങ്ങേണ്ടുന്നത് ആവശ്യമാണ്. പല അധികാരങ്ങൾ ദൈവം നമ്മുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിനെ കീഴടങ്ങി ജീവിക്കേണ്ടുന്നത് അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പിന്നീട് 8 മുതലുള്ള വാക്യത്തില് അന്യോന്യം സ്നേഹിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യമാണ്. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യോന്യമുള്ള സ്നേഹം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്നേഹത്തില് പരസ്പരം അംഗീകരിക്കുക എന്നുള്ള വിഷയം നമുക്ക് കാണാം. അപ്പോൾ അന്യോന്യം നാം അംഗീകരിക്കണം. വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് കൊള്ളണം. അത് സ്നേഹത്തിലായിരിക്കണം. ആ കാര്യങ്ങളൊക്കെ 14-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. പിന്നീട് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഐക്യതയ്ക്കുള്ള അപേക്ഷയും അതുപോലെ പൗലോസിന്റെ ഭാവി പരിപാടികൾ അല്ലെങ്കിൽ പൗലോസിന്റെ തുടർന്നുള്ള പ്ലാനുകളും അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും 15-ാം അധ്യായത്തിൽ. പിന്നീട് 16-ാം അധ്യായം നമുക്കറിയാം, അത് വ്യക്തിപരമായിട്ടുള്ള അഭിവാദ്യങ്ങളാണ്. അതുപോലെ ഉപസംഹാരവും നമുക്ക് 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഇതിന്റെ ഓരോ അധ്യായങ്ങളിലെ വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ റോമാലേഖനത്തിന്റെ പ്രത്യേകതകളിലേക്ക് നാം വരികയാണെങ്കിൽ, ഈ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഈ ലേഖനത്തിന് മാത്രമുള്ള ചില പ്രത്യേകതകൾ നാം ചിന്തിക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് പുതിയ നിയമത്തിലെ ലേഖനങ്ങളില് ഏറ്റവും ദൈർഘ്യമേറിയ, ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ ലേഖനം റോമാലേഖനമാണ്. ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യമുള്ള ലേഖനം റോമാലേഖനമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ലേഖനത്തെ 5-ാമത്തെ സുവിശേഷമെന്നോ അല്ലെങ്കിൽ സുവിശേഷ ലേഖനമെന്നോ വിളിക്കാവുന്നതാണ്. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ള നീതീകരണവും രക്ഷയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലെ പ്രധാന വിഷയം. വിശ്വാസമുള്ള നീതീകരണം, ഇതൊക്കെയാണ് ഇതിലെ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് 5-ാം സുവിശേഷം എന്നോ അല്ലെങ്കിൽ സുവിശേഷ ലേഖനം എന്നോ
ഈ റോമാലേഖനത്തെ നമുക്ക് വിളിക്കാവുന്നതാണ്. പിന്നീട് മൂന്നാമതായിട്ട് പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ ധാരാളമുള്ള ഒരു ലേഖനമാണ് റോമാലേഖനം. ഇതില് 70-ലധികം ഉദ്ധരണികൾ പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് ഈ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 70-ൽ ഉദ്ധരണികൾ ഈ 16 അധ്യായങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതില് ഈ 70 ഉദ്ധരണികൾ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ 14 പുസ്തകങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, അതിൽ ഏറ്റവും കൂടുതലും എടുത്തിട്ടുള്ളത് യെശയ്യാവ്, സങ്കീർത്തനങ്ങൾ എന്നീ പുസ്തകങ്ങളിൽ നിന്നാണ് പഴയ നിയമത്തിൽ നിന്നുള്ള വാക്യങ്ങൾ ഈ പുസ്തകത്തിൽ കോട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഏറ്റവും അധികം യെശയ്യാവിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും ആണ്. അതുപോലെ 14 പുസ്തകങ്ങളിൽ നിന്ന് ഇതിൻ്റെ അകത്ത് ഉദ്ധരണികളുണ്ട്. ഏതാണ്ട് 70-ൽ ഉദ്ധരണികൾ നമുക്ക് റോമാലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഈ ലേഖനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ മറ്റ് ലേഖനങ്ങളില് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത 219 വാക്കുകൾ നമുക്ക് ഈ ലേഖനത്തിൽ കാണാനായിട്ട് സാധിക്കും. ആ 219 വാക്കുകൾ പൗലോസിന്റെ വേറെ ഒരു പുസ്തകത്തിലും ഉപയോഗിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഈ 219 വാക്കുകളില് 94 വാക്കുകള് പുതിയ നിയമത്തിൽ വേറെ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. പൗലോസിന്റെ മാത്രമല്ല, വേറെ ആരുടെയും എഴുത്തുകളില് പുതിയ നിയമത്തിലെ ഒരിടത്തും ഈ 94 വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് ഈ ലേഖനത്തില് വരുന്ന പ്രധാനപ്പെട്ട ചില വാക്കുകൾ നാം നോക്കുകയാണെങ്കിൽ, ന്യായപ്രമാണം എന്നുള്ള വാക്ക് 76 പ്രാവശ്യം നമുക്ക് ഈ ലേഖനത്തിൽ കാണാനായിട്ട് സാധിക്കും. റോമാലേഖനത്തില് ന്യായപ്രമാണം എന്നുള്ള വാക്ക് 76 പ്രാവശ്യം നാം കാണുന്നുണ്ട്. അതുപോലെ എല്ലാവരും ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും എന്നുള്ള വാക്ക് 71 പ്രാവശ്യം നമുക്ക് ഈ ലേഖനത്തിൽ കാണാൻ സാധിക്കും. നീതി എന്നുള്ള വാക്ക് 66 പ്രാവശ്യവും, വിശ്വാസം എന്നുള്ള വാക്ക് 62 പ്രാവശ്യവും, പാപം എന്നുള്ള വാക്ക് 60 പ്രാവശ്യവും, മരണം എന്നുള്ള വാക്ക് 42 പ്രാവശ്യവും, അതുപോലെ ക്രിസ്തുവിൽ എന്നുള്ള വാക്ക് 33 പ്രാവശ്യവും, ജഡം എന്നുള്ള വാക്ക് 20 പ്രാവശ്യവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളും പ്രധാനപ്പെട്ട വാക്കുകളുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഈ ലേഖനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഭാവിയായ മനുഷ്യന് ദൈവം നൽകുന്ന, ക്രിസ്തുവിലൂടെ നൽകുന്ന രക്ഷയുടെ വിവിധ അനുഭവങ്ങള് ഈ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ രക്ഷയെക്കുറിച്ച് ഉള്ള ലേഖനമാണ് പ്രധാനമായിട്ട് റോമാലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രക്ഷയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന വിവിധ പേരുകൾ അല്ലെങ്കിൽ വിവിധമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഈ ലേഖനത്തിൽ നമുക്ക് കാണാം. അതിൽ ഒന്നാമത് രക്ഷ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. 10-ാം അധ്യായം 9-10 വാക്യം നമുക്ക് വായിക്കാം. 10-ാം അധ്യായം 9-10 വാക്യം ആർക്കെങ്കിലും വായിക്കാം. 10-ാം അധ്യായം 9-10. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഓക്കെ, നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കും, വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് അവിടെ രക്ഷിക്കപ്പെടുക എന്നുള്ള അനുഭവം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് വീണ്ടെടുപ്പ് നമുക്ക് കാണാൻ സാധിക്കും. 3-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. 3-ാം അധ്യായം 24-ാം വാക്യം. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് രക്ഷയുടെ മറ്റൊരു പ്രയോഗമാണ്. അതിന് വേറെ അർത്ഥമാണുള്ളത്. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. നമുക്ക് ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്ന. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരു അടിമച്ചന്തയിൽ ഉപയോഗിക്കുന്ന വാക്കായിട്ടാണ് ഇരിക്കുന്നത്. അടിമച്ചന്തയിൽ അടിമകളെ വിൽക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ അടിമയ്ക്ക് അതിന്റെ ഉടമസ്ഥൻ പറയുന്ന വില എത്രയാണോ അത് കൊടുത്തിട്ട് ആർക്കെങ്കിലും ആ അടിമയെ വാങ്ങുവാനായിട്ട് കഴിയും. അപ്പോൾ ആ അടിമച്ചന്തയിൽ ഒരു വ്യക്തി, ഒരു ധനാഢ്യൻ അവിടെ വരികയും ഒരു അടിമയെ അവൻ എത്ര വിലയാണോ അവിടെ പറഞ്ഞത് അത്രയും വില കൊടുത്ത് ആ അടിമയെ സ്വന്തമാക്കുന്നതിന് ശേഷം ആ അടിമയെ സ്വതന്ത്രനായിട്ട് വിട്ടയക്കുകയും ചെയ്യുന്നു. അതിനെയാണ്
വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. വീണ്ടെടുപ്പ് അതായത് നാം അടിമകളായിരുന്ന നമ്മെ സ്വതന്ത്രരാക്കുക. അതിനായിട്ട് കർത്താവ് നൽകിയത് തന്റെ അവസാനത്തുള്ളി രക്തം വരെയാണ്. നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. അപ്പോൾ അതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മെ കർത്താവ് രക്ഷിച്ചു, രണ്ടാമത് നമ്മെ വീണ്ടെടുത്തു. പിന്നെ മൂന്നാമത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മളിപ്പോൾ വായിച്ചെടുത്തതിന് നമുക്ക് കാണാൻ സാധിക്കും, നീതീകരണം. 5-ാം അധ്യായം 1-ാം വാക്യം. 5-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അപ്പോൾ ഈ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതീകരിക്കുക എന്നുള്ള വാക്ക് ഒരു കോടതി വാക്കാണ്. വീണ്ടെടുപ്പ് എന്നുള്ള വാക്ക് അത് അടിമച്ചന്തയിൽ ഉപയോഗിക്കുന്ന വാക്കാണെങ്കിൽ, നീതീകരണം എന്നുള്ളത് അത് ഒരു കോടതി ഭാഷയാണ്, കോടതി വാക്കാണ്. അതായത് ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു കേസ്, അതിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടന്ന് രണ്ട് ഭാഗത്ത് നിന്നും വാദപ്രതിവാദങ്ങളൊക്കെ നടന്നിട്ട് അവസാനം കോടതി ഒരു വിധി പ്രഖ്യാപിക്കും. അപ്പോൾ ആ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഈ നിൽക്കുന്ന ഇയാള്, ഈ കുറ്റം ആരോപിക്കപ്പെട്ട ഈ വ്യക്തി, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവൻ നീതിമാനാണ് എന്ന് വിധിക്കുന്ന ആ വിധിയാണ് നീതീകരണം എന്ന് പറയുന്നത്, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ വ്യക്തി കുറ്റം ചെയ്തിട്ടില്ല, ഇദ്ദേഹം ഇതുവരെയും കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ആ വിധിക്കാണ് നീതീകരണം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. ദൈവത്തിന്റെ കൂടെ ദൈവം നമ്മെ വെറുതെ വിട്ടു, നാം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മെ വെറുതെ വിട്ടു. അതിനാണ് നീതീകരണം എന്ന് പറയുന്നത്. എന്നാൽ അതെങ്ങനെയാ ശരിയാവുന്നത്? നാം കുറ്റം ചെയ്തിട്ടില്ലേ? നാം തെറ്റുകാരല്ലേ ദൈവസന്നിധിയിൽ? തീർച്ചയായിട്ടും നാം തെറ്റുകാരാണ്, നാം പാപികളാണ്. ദൈവം നമ്മെ നോക്കുമ്പോൾ നാം പാപികളാണ്, നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നമുക്ക് ഇല്ല. എന്നാൽ ദൈവം തന്റെ പുത്രനിലൂടെ നമ്മെ നോക്കുമ്പോൾ നാം നീതീകരിക്കപ്പെട്ടതാണ്. അതായത് നമുക്ക് ലഭിച്ച നീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ നീതിയാണ്. അപ്പോൾ ദൈവം നമ്മെ നേരിട്ട് നോക്കുന്നതിന് പകരം തന്റെ പുത്രനിലൂടെ നമ്മെ നോക്കിയാണ്. അപ്പോൾ തന്റെ പുത്രനിലൂടെ നമ്മെ നോക്കുമ്പോൾ നമ്മെ നീതീകരിക്കപ്പെട്ടവരായിട്ട് അല്ലെങ്കിൽ വിശുദ്ധരായിട്ട് ദൈവം കാണുകയാണ്. അങ്ങനെ നമ്മെ വിധിക്കുകയാണ്, നാം നീതിമാനാണ്. അങ്ങനെ ആ നീതിമാൻ എന്നുള്ള ആ ഒരു വിധി നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് കർത്താവിലൂടെ അല്ലാതെ നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ അടുക്കലേക്ക് ഒരു കാരണവശാലും കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് കർത്താവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം നമുക്ക് ക്രിസ്തുവിലൂടെയാണ് നമുക്ക് നീതീകരണം ലഭിച്ചത്. അപ്പോൾ ക്രിസ്തുവിലൂടെ നമുക്ക് നീതീകരണം ലഭിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തുവിലൂടെയാണ് നാം ദൈവസന്നിധിയിൽ ചെല്ലുന്നത്. അപ്പോൾ നാം ദൈവത്തെ ആരാധിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. നാം ക്രിസ്തുവിലൂടെ നാം ദൈവത്തെ ആരാധിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്നത് കർത്താവിലൂടെയാണ്. നാം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിലൂടെ മാത്രമേ ദൈവസേനയിലേക്ക് ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. കാരണം ക്രിസ്തുവിലൂടെയാണ് നാം നീതീകരിക്കപ്പെട്ടത്. പിന്നീട് ഒരു രക്ഷയോട് ബന്ധത്തിലെ വേറൊരു അനുഭവമാണ് പാപമോചനം എന്ന് പറയുന്നത്. 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ പാപമോചനം അതൊരു അനുഭവം നമുക്ക് ലഭിച്ചതാണ്. നമുക്ക് നമ്മുടെ രക്ഷാബന്ധത്തിൽ നമുക്ക് ലഭിച്ച ഒരു അനുഭവമാണ് പാപമോചനം എന്ന് പറയുന്നത്. പാപമോചനം എന്ന് പറഞ്ഞാല് നമ്മുടെ പാപത്തെ ദൈവം നമ്മോട് അകറ്റി, നമ്മിൽ നിന്ന് ദൂരവേ അകറ്റിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് 3-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ ദൈവം പാപങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാപത്തെ നമ്മിൽ നിന്ന് അകറ്റി, ഉദയവും അസ്തമയവും ഒരിക്കലും ചേർന്ന് വരാത്തതുപോലെ നമ്മുടെ പാപങ്ങളെ നമ്മിൽ നിന്ന് ഏറ്റവും അകറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് വരാനായിട്ട്
സാധിക്കും. അപ്പോൾ പാപമോചനം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ പാപത്തെ നമ്മിൽ നിന്ന് അകറ്റി, നമ്മിൽ നിന്ന് ദൂരവേ അകറ്റി. അതുകൊണ്ട് ദൈവം നമ്മുടെ പാപം ഒരിക്കലും, ദൈവം ക്ഷമിച്ച പാപം ഒരിക്കലും ദൈവം പിന്നീട് ഓർക്കുന്നില്ല. ദൈവം അത് മറന്നു കളഞ്ഞു. ദൈവം അതൊരിക്കലും ഓർക്കുന്നില്ല. നമുക്ക് പാപമോചനം പ്രാപിച്ചതുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം ഒരിക്കലും പറയത്തില്ല കുറെ നാൾ വിശ്വാസത്തിൽ മുമ്പോട്ട് പോയ ശേഷം നീ പറയത്തില്ല, നീ ഇതൊക്കെ ചെയ്താലും നീ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നീ ഇങ്ങനെ അല്ലായിരുന്നോ, ഇങ്ങനെ നടന്ന ആളല്ലേ, എന്നിട്ട് ഇപ്പൊ നീ വലിയ വർത്താനം പറയണ്ട എന്ന് ദൈവം ഒരിക്കലും പറയത്തില്ല. കാരണം നമ്മുടെ മുൻപിലുള്ള പാപത്തെ ദൈവം പരിപൂർണമായിട്ടും ക്ഷമിച്ചു എന്ന് മാത്രമല്ല, അത് മോചിച്ചു, അതിൽ നമ്മിൽ നിന്നും അകറ്റിയിരിക്കുകയാണ്. പാപമോചനം നാം പ്രാപിക്കുവാനായിട്ട് ഇടയായിട്ടത്. അതുപോലെ രക്ഷാബന്ധത്തിൽ നമുക്ക് ലഭിച്ച മറ്റൊരു അനുഭവമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. 6-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ. 6-ന്റെ 22-ഉം 23. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഓക്കെ, നമുക്ക് നിത്യജീവൻ ലഭിച്ചു. നമുക്ക് ലഭിച്ച വേറൊരു അനുഭവം, അല്ലെങ്കിൽ രക്ഷാബന്ധത്തിൽ നമുക്ക് ലഭിച്ച അനുഭവമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. നമുക്ക് നിത്യജീവൻ ലഭിച്ചു. എന്താ ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാല്? നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നിത്യജീവൻ എന്ന് പറഞ്ഞാല് ഒരിക്കലും മരിക്കാത്ത ഒരു ജീവിതം, എന്നേക്കും ജീവിക്കുന്ന ജീവിതം, അതിനാണ് നിത്യജീവിതം എന്ന് പറയുന്നത്. ശരിയാണ്, നാം ഒരിക്കലും മരിക്കുന്നില്ല. നാം മരിക്കുകയില്ല, നാം എന്നേക്കും ജീവിക്കും. എന്നാൽ അതിനല്ല നിത്യജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നിത്യജീവൻ അതായത് രക്ഷിക്കപ്പെട്ട നമുക്ക് നിത്യജീവനുണ്ട്. നാം എന്നേക്കും നമ്മൾ ജീവിക്കും. അല്ലാത്തവര് ജീവിക്കത്തില്ലേ? രക്ഷിക്കപ്പെടാത്തവര് രക്ഷിക്കപ്പെടാത്തവര് നിത്യം ജീവിക്കും. അവര് തീർച്ചയായിട്ടും അല്ലെ, അവർക്ക് ഒരു അവസാനമില്ല, അവരും ജീവിക്കും. പക്ഷേ എന്താണ് വ്യത്യാസം? എന്താ? അതിന് നിത്യമരണമെന്നാ പറയുന്നത്. രക്ഷിക്കപ്പെടാത്തവര്, വിശ്വാസികളല്ലാത്തവര്, അവര് നിത്യം ജീവിക്കുമെങ്കിലും ആ ജീവിതത്തിന് നിത്യമരണമെന്നാ പറയുന്നത്. എന്നാൽ വിശ്വാസികൾക്ക് നമുക്ക് ലഭിച്ചതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അതായത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊരുമിച്ചുള്ള ജീവിതം, ദൈവത്തോടൊരുമിച്ച് ഉള്ള കൂട്ടായ്മയിൽ ഉള്ള ജീവിതമാണ്. അല്ലാത്തവർക്ക് അതിനുള്ള അവസരമില്ല. അവർ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അവർ അകന്നു പോവുകയാണ്. പിന്നീട് ഒരിക്കലും അവർക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കത്തില്ല. അതിനാണ് മരണം എന്ന് പറഞ്ഞത്. ദൈവത്തിൽ നിന്നുള്ള ആ വേർപാടാണ് മരണം, അല്ലെങ്കിൽ നിത്യമായിട്ടുള്ള വേർപാടിനാണ് നിത്യമായിട്ടുള്ള മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവര് നിത്യമായിട്ട് മരിക്കുമ്പോൾ നാം നിത്യമായിട്ട് ജീവിക്കും. ദൈവത്തോടുള്ള ഒരു ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും ബന്ധവും ദൈവം നമുക്ക് നൽകിയിരിക്കാം. അപ്പോൾ ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അപ്പോൾ ഈ നിത്യജീവൻ എന്ന് പറയുന്നത് നാം മരിച്ചതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല. നാം രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം മുതൽ നാം അനുഭവിക്കേണ്ടുന്ന ഒരു അനുഗ്രഹമാണ്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും ദൈവവുമായിട്ടുള്ള സഹവാസവും അത് നാം രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം മുതൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്. നാം നിത്യജീവൻ ദൈവം നമുക്ക് നൽകി. അതായത് ആ നിമിഷം മുതൽ നമുക്ക് ദൈവത്തോട് സംസർഗം പുലർത്തുവാനും ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാനും നമുക്ക് ഇടയായിട്ട് തീരും. അത് നിത്യതയോളം, ഒരിക്കലും അവസാനിക്കാത്തതായിട്ട് നിത്യതയോളം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങള് ദൈവത്തോട് ഒരുമിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിനാണ് നിത്യജീവൻ. അത് രക്ഷാബന്ധത്തിൽ നമുക്ക് ലഭിച്ച ഒരു അനുഭവമാണ്. അപ്പോൾ ഈ പല കാര്യങ്ങൾ രക്ഷാബന്ധത്തില് ഈ റോമാലേഖനം നമുക്ക് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. രക്ഷിക്കപ്പെടുക, വീണ്ടെടുപ്പ്, നീതീകരണം, പാപമോചനം, നിത്യജീവൻ, അങ്ങനെ അനേക വാക്കുകൾ നമുക്ക് ആ നിലയിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ റോമാലേഖനം നാം തീർച്ചയായിട്ടും പഠിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ഒരു ലേഖനമാണ്. അതുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ലേഖനം കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട്, വേണ്ട രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ദൈവവചനം പഠിക്കുന്നത് കേവലം നമ്മുടെ അറിവിന് വേണ്ടിയോ നമ്മുടെ ബുദ്ധിക്ക് വേണ്ടിയോ മാത്രമായിരിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ലാഭം ഉണ്ടാവണം. നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെടണം.
ദൈവനാമം അതിലൂടെ മഹത്വപ്പെടണം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുവാണ്.